നമസ്കാരം. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ വിവാഹയാത്രാ സംഘത്തിന് നേരെ ഓടട എന്ന് ആക്രോശിച്ചുകൊണ്ട് SIയും പോലീസുകാരും കാട്ടിയ അതിക്രമം നാടിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തരം സംഭവം ആദ്യത്തേതൊന്നുമല്ല. ഇടുക്കി കൂട്ടാറിൽ കമ്പമേട്ട് CI ഷമീർ ഖാൻ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കണ്ടതും പോലീസിന്റെ അതിക്രമത്തിന്റെ ക്രൂരമുഖമാണ്. പാമ്പാടുമറ പഞ്ചായത്തിൽ കുമരകമേട്ട് സ്വദേശി ചേരിക്കുന്നേൽ വീട്ടിൽ D മുരളീധരനാണ് മർദ്ദനമേറ്റത്. ഡിസംബർ 31-ന് ന്യൂ ഇയർ ആഘോഷത്തിനിടയിലായിരുന്നു മർദ്ദനം. അടിയേറ്റ് മുരളീധരന്റെ പല്ലൊടിഞ്ഞു. ഒരു കാരണവുമില്ലാതെയായിരുന്നു മർദ്ദനം. CI ഷമീർ ഖാനെ ന്യായീകരിച്ച് ഒരു റിപ്പോർട്ട് തട്ടിക്കൂട്ടിയതല്ലാതെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആശുപത്രി ചെലവ് വഹിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതിനാൽ മുരളീധരന്റെ വീട്ടുകാർ ആദ്യം പരാതി ഒത്തുതീർപ്പാക്കി. എന്നാൽ ചികിത്സാ ചെലവ് വഹിക്കാതെ വന്നതോടെ മുരളീധരൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നാണ് മുരളീധരന്റെ മകൾ അശ്വതി പറയുന്നത്. മർദ്ദനമേറ്റ കാര്യം മുരളീധരൻ ആദ്യം വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല. മുരളീധരനെ CI തല്ലിയതിന്റെ CCTV ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിക്കുകയും കുടുംബത്തിന് കിട്ടുകയുമായിരുന്നു. തുടർന്ന് ജനുവരി 16-നാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ കുടുംബം തീരുമാനിച്ചതെന്ന് അശ്വതി പറഞ്ഞു. SP ഓഫീസിൽ പരാതി നൽകിയ ശേഷം DYSP ഓഫീസിൽ വിളിച്ച് മൊഴിയെടുത്തെന്നും അശ്വതി പറയുന്നു. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നും അവർ പറഞ്ഞു. അതിനിടെ കമ്പമേട്ട് CIയെ വെള്ളപൂശി ASPയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. സ്ഥലത്ത് നിന്നവരെ പിരിച്ചുവിടാൻ മിതമായ ബലപ്രയോഗം മാത്രമാണ് നടത്തിയതെന്ന് കട്ടപ്പന ASP രാജേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട്. ഇൻസ്പെക്ടർ മിതമായ ബലം പ്രയോഗിച്ച് പിരിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ കവിളിൽ അടിയായി കൊല്ലപ്പെടുന്നതിന് ഇടയായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവം വാർത്തയായതോടെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് കട്ടപ്പന ASPയോട് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി മുരളീധരനെ ഓഫീസിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചു. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇതിനുശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് കമ്പമേട്ട് CI കൂട്ടം കൂടി നിന്ന ആളുകളെ പിരിച്ചുവിടാൻ മിതമായ ബലപ്രയോഗം മാത്രമാണ് നടത്തിയെന്നുള്ളതും മുരളീധരന്റെ മുഖത്ത് അടിച്ചത് ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെന്നാണ് ASP രാജേഷ് കുമാറിന്റെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ SPക്ക് കൈമാറിയില്ലെന്നാണ് സൂചന. വിശദമായ അന്വേഷണം നടത്തണമെന്നതാണ് SPയുടെ നിർദ്ദേശം. ഒരു പ്രകോപനവുമില്ലാതെയാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് അക്രമത്തിനിരയായ മുരളീധരൻ പറഞ്ഞു. കടയിൽ സാധനം വാങ്ങാൻ എത്തിയപ്പോഴായിരുന്നു സംഭവമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിടെ ആളുകൾ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സംഭവം ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മകൾ പറഞ്ഞാണ് പരാതി കൊടുത്തത്. 16-ാം തീയതി പരാതി കൊടുത്തു. 23-ാം തീയതി DYSPയുടെ നേതൃത്വത്തിൽ തങ്ങളെ വിളിപ്പിച്ചു. അന്ന് വൈകിട്ട് തന്നെ അന്വേഷണത്തിന് അവർ ക്യാമറ ഉള്ളിടത്തേക്ക് വന്നു. അന്ന് ദൃശ്യങ്ങൾ പെൻഡ്രൈവിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് 9 മണി മുതൽ 1 മണി വരെയുള്ള ദൃശ്യങ്ങൾ 26-ാം തീയതി DYSP ഓഫീസിൽ എത്തിച്ചു. അതിന്റെ രസീതും വാങ്ങിയിട്ടുണ്ട്. പിന്നീട് നടപടി ില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. CI ഷിജു ഖാനെതിരെ നടപടി വൈകുന്നതിൽ കുടുംബം അതൃപ്തരാണ്. അതേസമയം പത്തനംതിട്ട അതിക്രമത്തിന്റെ പേരിൽ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ജനരോഷം താൽക്കാലികമായി ശമിപ്പിച്ചെങ്കിലും പരാതിക്കാരെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ കൃത്യമായി നടക്കുന്നുണ്ട്. അടികൊണ്ടവർക്ക് ഗുരുതര പരിക്കേറ്റെന്നും കളി കാര്യമായെന്നും മനസ്സിലാക്കിയ പോലീസ് രക്ഷയ്ക്ക് ബാറുകാരുടെ സഹായമാണ് തേടിയത്. ബാർ ജീവനക്കാരൻ വെച്ചുച്ചിറ സ്വദേശി അഖിൽ ഷാനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സ്റ്റേഷനിൽ വിവരം കിട്ടിയത് രാവിലെ 8:40-നാണ്. തിരിച്ചറിയാവുന്ന 10 പേരാണ് പ്രതികൾ. ബാർ അടച്ചതിനു ശേഷം മദ്യം കൊടുക്കാത്തതിന്റെ വിരോധത്തിൽ സംഘം ചേർന്ന് ബാറിനുള്ളിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചുവെന്നും ജീവനക്കാരെ അസഭ്യം വിളിച്ചുവെന്നുമാണ് FIR-ലുള്ളത്. തിരിച്ചറിയാവുന്ന 10 പ്രതികളെന്ന് പോലീസ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവാഹ പാർട്ടിയിൽപ്പെട്ടവരെ പ്രതി ചേർക്കാനാണെന്ന് വ്യക്തമാണ്. ഈ കേസ് കാണിച്ച് മർദ്ദനമേറ്റ വിവാഹ സംഘത്തിലുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണ് ലക്ഷ്യം. പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റവരുടെ മൊഴി പോലും എടുക്കുന്നതിന് മുൻപ് അവരിൽ ചിലരെ പ്രതികളാക്കുന്ന ഗൂഢലക്ഷ്യവുമുണ്ട് പോലീസിന്. വിവാഹ പാർട്ടിയിൽ വന്ന ചിലരും ബാറിലേക്ക് കടന്നു ചെന്നും മദ്യം ചോദിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്.